ഓഫ് യു. നമ്മൾ ഇന്ന് 10th ബയോളജി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, ന്യൂ സിലബസ് ആണല്ലോ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയിട്ട് നമുക്ക് എക്സാമിന് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അപ്പോഴേക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങി എക്സാം ആകുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി അല്ലേ. ദെൻ ഫസ്റ്റ് യൂണിറ്റ് ഏതാണ്? ജെനറ്റിക്സ് ഓഫ് ലൈഫ്. ഈ ഒരു യൂണിറ്റിൽ മെയിനായിട്ടും DNA, പിന്നെ പ്രോസസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഏതൊക്കെ ടൈപ്പ് RNA ഉണ്ട്, മെൻ്റലിൻ്റെ ഡിസ്കവറീസ്, ഇതെല്ലാമാണ് ഡീൽ ചെയ്യണത്. ഫസ്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? 2020 ജീൻ എഡിറ്റിങ്ങിന് നോബൽ പ്രൈസ് ലഭിച്ച 2 ആൾക്കാർ. അവരുടെ പേര് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ജെനിഫർ എ ഡൗഡ്ന, ഇമ്മാനുവൽ ഷോപ്പൻ്റെ. പേര് പഠിച്ചു വയ്ക്കുക, ജെനിഫർ എ ഡൗഡ്ന, ഇമ്മാനുവൽ ഷോപ്പൻ്റെ. അവർക്ക് എന്തിനാണ് കിട്ടിയിട്ടുള്ളത്? ഒരു ടെക്നോളജി ഡിസ്കവർ ചെയ്തതിന്. ഏതാണ് ടെക്നോളജീൻ്റെ പേരെന്താണ്? CRISPR-Cas9. മറക്കരുത്, CRISPR-Cas9 എന്ന ടെക്നോളജി കണ്ടുപിടിച്ചതിനാണ്, അത് ഡിസ്കവർ ചെയ്തതിനാണ് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു പ്രോസസ്സ് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ഡെവലപ്പ് ക്രോപ്സ് ദാറ്റ് ആർ റെസിസ്റ്റൻറ്റ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ്. അതായത് അസുഖങ്ങൾ വരുന്നതിൽ നിന്നും പെസ്റ്റിൽ നിന്നും ഒരുപാട് കീടബാധകളിൽ നിന്നും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രോപ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള വിളകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും എന്ത് സഹായിച്ചിട്ടുണ്ട്? ഈ ഒരു ടെക്നോളജി സഹായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ DNA ലൊക്കേഷൻ എവിടെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എവിടെയാണ്? സെല്ലിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് കണ്ട, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോംസ് ഉണ്ടാവും. ആ ക്രോമസോമിൻ്റെയും ഉള്ളിലാണ് എന്ത് വരുന്നത്? DNA വരുന്നത്. ഒന്നുകൂടിയും പറയാം, ആദ്യം സെല്ലെടുക്കുക, സെല്ലിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിൻ്റെ അകത്ത്, ക്രോമസോമിൻ്റെ അകത്താണ് എന്തുള്ളത്? DNA വരുന്നത്. സ്ട്രക്ചർ ഓഫ് DNA ഫസ്റ്റ് തന്നെ എന്താണ് പഠിക്കാനുള്ളത്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA ആരാണ് കൊണ്ടുവന്നത്? ഏത് ഇയറിലാണ് കൊണ്ടുവന്നത്? എന്തിൻ്റെ ബേസിലാണ് അവരത് കൊണ്ടുവന്നത്? ഇത് മൂന്നും ആദ്യം പഠിച്ചു വയ്ക്കണം. ഏതാണ് ഇയർ? 1953. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ദി പ്രപ്പോസ്ഡ് സ്ട്രക്ചർ ഓഫ് DNA ബേസ്ഡ് ഓൺ ദി എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ബൈ, അവരുടെ നെയിമും ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് റോസലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. റോസലിൻ ഫ്രാങ്ക്ലിനും വിൽക്കിൻസും കൂടിയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിൻ്റെ ബേസിലാണ് ആര്? ഫ്രാൻസിസ് ക്രിക്ക് ആൻഡ് ജെയിംസ് വാട്സൺ 1953 ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും എന്താണ്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA. അത് എന്തിൻ്റെ ബേസിലാണ്? എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസിൻ്റെ ബേസിലാണ്. അങ്ങനെയുള്ള എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ആരാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? റോസലിൻ ഫ്രാങ്ക്ലിൻ ആൻഡ് മൗറിസ് വിൽക്കിൻസ്. ദി ക്രൂഷ്യൽ ഇൻഫോർമേഷൻ ദാറ്റ് ലെഡ് ടു ദിസ് ഡിസ്കവറി വാസ് ഒബ്റ്റൈൻഡ് ഫ്രം ദി ഫേമസ് ഫോട്ടോ 51. ഇമ്പോർട്ടൻ്റ് ആണ്, 1 മാർക്കിനുള്ള ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വാട്സണും ക്രിക്കിനും നോബൽ പ്രൈസ് കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലെത്താണ്. പക്ഷെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? റോസാലിൻ ഫ്രാങ്ക്ലിനും മൗറിസ് വിൽക്കിൻസും കണ്ടുപിടിച്ചിട്ടുള്ള എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ബേസ് ചെയ്തിട്ടല്ലേ ഇവർ എന്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്? ഡബിൾ ഹെലിക്കൽ മോഡൽ ഓഫ് DNA പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്കും കൊടുക്കണ്ടേ, അവരെ കൂടി പരിഗണിക്കണ്ടേ? പക്ഷെ നമ്മുടെ റോസലിൻ ഫ്രാങ്ക്ലിൻ 37 വയസ്സായപ്പോൾ മരിച്ചുപോയി. അങ്ങനെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മൗറിസ് വിൽക്കിൻസിനും 1962 എന്ത് കിട്ടാണ്? നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ കിട്ടാണ്. ഇനി നമ്മൾ DNA സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് തന്നെ എന്താണ്? സ്ട്രാൻഡ്സ് എന്താണെന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് സ്ട്രാൻഡ്സ്? ആ S ഷേപ്പിലുള്ള 2 സ്ട്രാൻഡ് കണ്ടോ? അതാണ് DNA സ്ട്രാൻഡ്സ്. S ഷേപ്പിലുള്ള 2 സ്ട്രാൻഡ്സ് ബ്ലൂ കളറിൽ, ബ്ലൂ ആൻഡ് യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? അതിൽ ബ്ലൂ കളർ എന്താണ്? റൈബോസ് ഷുഗർ ആണ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. പെൻഡഗൺ ഷേപ്പ് ആയിട്ടുള്ള ഷുഗർ മോളിക്യൂൾ ആണ് ആ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഫോസ്ഫേറ്റ് മോളിക്യൂൾ. യെല്ലോ കളറിൽ ആ ഒരു സർക്കിൾ കണ്ടോ? ആ ഒരു സർക്കിളിൽ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഫോസ്ഫേറ്റ് മോളിക്യൂൾ. ബ്ലൂ കളറിൽ ആ ഒരു പെൻഡഗൺ ഷേപ്പിൽ കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഷുഗർ മോളിക്യൂൾ.
ആ ഷുഗർ മോളിക്യൂളും അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് മോളിക്യൂളും യെല്ലോ കളറിലുള്ള സർക്കിളും അതേപോലെ തന്നെ ബ്ലൂ കളറിലുള്ള പെൻറ്റഗണും കണ്ടോ, അത് രണ്ടും കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യണത്? DNA സ്ട്രാൻഡ് ഫോം ചെയ്യണത്. ഓക്കെ, സ്ട്രാൻഡ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ്? റങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റെപ്സ്. DNAയിലുള്ള സ്റ്റെപ്സ് എന്നാണ് സിംപ്ലി റങ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഫോംഡ് ബൈ ദി പെയറിംഗ് ഓഫ് നൈട്രജൻ ബേസസ്. ഏതൊക്കെയാണ് നൈട്രജൻ ബേസസ്? സൈഡിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. DNAയിലുള്ള നൈട്രജൻ ബേസസ് ആണ് ഇതെല്ലാം. ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഈ അഡിനിൻ്റെയും തൈമിൻ്റെയും ഒക്കെ എല്ലാ നൈട്രജൻ ബേസസിൻ്റെയും അറ്റം നോക്കിയേ നിങ്ങൾ, ഓരോ കളറിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ അറ്റത്ത് നോക്ക്, ഓരോ പ്രത്യേക ഷേപ്പ് ഉണ്ടല്ലേ. അഡിനിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ഒരു ആരോ ഷേപ്പാണ്. അതിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് ഏതാണ്? തൈമിനാണ്. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഒന്ന് ഇങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് നേരെ വിപരീതമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അഡിനിൻ ആൻഡ് തൈമിൻ ആണ് എന്ത് ചെയ്യേണ്ടത്? പെയർ ചെയ്യേണ്ടത്. പിന്നെ ഗ്വാനിനും സൈറ്റോസിനും നോക്കിയേ, അതിൻ്റെ അറ്റവും നോക്കിയേ, അങ്ങനെ തന്നെയാണ്. ഗ്വാനിനോട് പെയർ ചെയ്യേണ്ടത് ഏതായിട്ടാണ് വരുന്നത്? സൈറ്റോസിൻ ആയിട്ടാണ് വരുന്നത്. നേരെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താണ്? ഗ്വാനിൻ, സൈറ്റോസിൻ. ഗ്വാനിനോട് പെയർ ചെയ്യുന്നത് എന്താണ്? സൈറ്റോസിൻ ആണ്. ആ സ്ട്രക്ചർ കണ്ടോ അവിടെ, അതിൻ്റെ അറ്റത്ത് നോക്കി G എന്ന് എഴുതിയിരിക്കുന്നതിന്, അതായത് ഗ്വാനിൻ എന്നതിൻ്റെ അറ്റത്തുള്ള സ്ട്രക്ചർ നോക്കിയേ, എങ്ങനെയാണ്? ഒരു കേർവ്ഡ് സ്ട്രക്ചറാണ്. അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രൂപത്തിലാണ് സൈറ്റോസിൻ്റെ സ്ട്രക്ചർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും എന്താണ്? പെയർ ചെയ്യുന്നുണ്ട്. അവിടെ എത്ര ഡോട്ടഡ് ലൈനാണ് കാണിക്കുന്നത്? 3 ഡോട്ടഡ് ലൈനാണ് കാണിക്കുന്നത്. ഇനി അഡെനിൻ, തൈമിൻ നോക്കിയേ, തൊട്ട് താഴെയുള്ള AT അഡെനിൻ, തൈമിൻ നോക്കിയേ, അവിടെ എത്ര ലൈനാണ് കാണിക്കുന്നത്? 2 ലൈനാണ് കാണിക്കുന്നത്. ആ ഡോട്ടഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഹൈഡ്രജൻ ബോണ്ടിങ്. അവർ തമ്മിൽ എന്ത് രീതിയിലുള്ള ബോണ്ടിങ് ആണ്? ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നടക്കുന്നത്. ആൻഡ് എത്ര ഹൈഡ്രജൻ ബോണ്ടാണ് നടക്കുന്നത്? ഫസ്റ്റ് വൺ 3 പെയർ ഓഫ് ഹൈഡ്രജൻ ബോണ്ട്സ്. അതായത് ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 പെയേഴ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടും അഡിനിനും തൈമിനും തമ്മിൽ 2 പെയേഴ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടും ആണ് അവിടെ വരുന്നത്. ദെൻ വീണ്ടും എഗെയിൻ സൈറ്റോസിൻ, ഗ്വാനിൻ, അഡിനിൻ, തൈമിൻ. അഡിനിൻ, തൈമിൻ മാത്രമായിട്ടേ എന്ത് ചെയ്യുള്ളൂ? പെയർ ചെയ്യുള്ളൂ. സൈറ്റോസിൻ, ഗ്വാനിൻ മാത്രമായിട്ടേ പെയർ ചെയ്യുള്ളൂ. അതും എത്ര ബോണ്ടാണ്? സൈറ്റോസിൻ, ഗ്വാനിൻ ആണെങ്കിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണെങ്കിൽ 3 പെയേഴ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടും അഡിനിൻ, തൈമിൻ ആണെങ്കിൽ 2 പെയേഴ്സ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടും ആണ് വരുന്നത്. ഇനി ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA. 1 മാർക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ്? വാട്ട് ഈസ് ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA? ഏതാണെന്ന് എഴുതും നമ്മൾ? ന്യൂക്ലിയോടൈഡ് ആണെന്ന് എഴുതും. ഫിഗർ കൊടുത്തിട്ടുണ്ട് നോക്കി, നീല കളറിലുള്ള പെൻറ്റഗൺ, യെല്ലോ കളറിലുള്ള ഫോസ്ഫേറ്റ്, കൂടാതെ ഒന്നുകൂടി കൊടുത്തിട്ടുണ്ട് എന്താണ്? നൈട്രജൻ ബേസസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. DNAയിൽ വരുന്ന നൈട്രജൻ ബേസസ് ആണ് ഇത്. നമ്മളിനി RNA പഠിക്കുന്നുണ്ട്. RNA പഠിക്കുന്ന സമയത്ത് അവിടെ തൈമിന് പകരം യുറാസിലാവും എന്ന് മാത്രം. ബാക്കിയുള്ളതെല്ലാം സെയിം ആയിരിക്കും. അത് നമ്മൾ അവിടെ ഡീൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്താണ്? DNAയിലുള്ള നൈട്രജൻ ബേസസിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA എന്താണെന്ന് പറഞ്ഞു? ന്യൂക്ലിയോടൈഡ് ആണെന്ന് പറഞ്ഞു. ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്തൊക്കെ കൂടി ചേർന്നതാണ്? ഈ ഒരു ഫിഗർ കണ്ടോ നിങ്ങൾ? നീല ആ ഒരു പെൻറ്റഗണും യെല്ലോ കളറിലുള്ള ഫോസ്ഫേറ്റും പിന്നെ ഒരു നൈട്രജൻ ബേസും. നൈട്രജൻ ബേസ് ഏതുമാവാം, അഡിനിൻ ആവാം, തൈമിൻ ആവാം, ഗ്വാനിൻ, സൈറ്റോസിൻ ആവാം. ഇതിൽ 4 ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസും അതേപോലെ തന്നെ ഫോസ്ഫേറ്റും ഡിയോക്സി റൈബോസ് 5 കാർബൺ ഷുഗർ. 5 സൈഡല്ലേ, പെൻറ്റഗൺ അല്ലേ, പെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? 5. അപ്പോൾ 5 സൈഡുള്ള 5 കാർബൺ ഉള്ള എന്താണ്? ഷുഗറാണ് DNAയിൽ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഡിയോക്സി റൈബോസ് ഷുഗറും ഫോസ്ഫേറ്റും പിന്നെ ഒരു നൈട്രജൻ ബേസും. ഇത് 3 കൂടി ചേർന്നതാണ് നമ്മുടെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അവിടെ തന്നെ ഫോസ്ഫേറ്റിൻ്റെ റോൾ എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ബോൺസ് ദാറ്റ് ലിങ്ക് ന്യൂക്ലിയോടൈഡ്സ് ടുഗെദർ. ഇങ്ങനെയുള്ള ഓരോ ന്യൂക്ലിയോടൈഡും വെച്ചിട്ടാണ് സ്ട്രാൻഡ് ഫോം ചെയ്തതെന്ന് പറഞ്ഞില്ലേ നമ്മൾ? ഇവിടെ നോക്കിയാൽ സ്ട്രാൻഡ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ന്യൂക്ലിയോടൈഡും ലിങ്ക് ചെയ്തിട്ടാണ് സ്ട്രാൻഡ് ഫോം ചെയ്യണത്. അങ്ങനെ സ്ട്രാൻഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഓരോ ന്യൂക്ലിയോടൈഡ്സും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സഹായിക്കുന്നത്? ഫോസ്ഫേറ്റ് ആണ് സഹായിക്കുന്നത്. ആ യെല്ലോ സർക്കിൾ
കണ്ടോ, യെല്ലോ സർക്കിളിനെയാണ് എന്തായിട്ട് ഡിനോട്ട് ചെയ്യണത്, ഇവിടെ ഫോസ്ഫേറ്റ് ആയിട്ട് ഡിനോട്ട് ചെയ്യണത്. ഈ ഒരു സ്ട്രാൻഡിൽ നോക്കിയേ, DNA-ൻ്റെ ഈ ഒരു സ്ട്രാൻഡിൽ നോക്കിയേ, ആ ഒരു യെല്ലോ സർക്കിളായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാൻഡ് മൊത്തത്തിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലിങ്കിങ് ഫാക്ടറായിട്ട് നമ്മൾക്ക് എന്തിനെ പറയാം, ഫോസ്ഫേറ്റിനെ പറയാൻ പറ്റും. നെക്സ്റ്റ് ഇനി വർക്ക്ഷീറ്റ് 1.1 നോക്കിയേ. അതിൽ നിങ്ങൾ തന്നെത്താൻ എന്ത് ചെയ്യുക, ഇപ്പോൾ കേട്ടിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച്, ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ ആ ഒരു ഇമേജിൽ നിന്ന്, അതൊക്കെ വെച്ചിട്ട് തന്നെത്താൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ആൻസർ ശരിയാണോ എന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വരിക കേട്ടോ. ഫസ്റ്റ് എന്താണ്, നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA. എത്ര സ്ട്രാൻഡ്സ് ആണ് DNAയിലുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഡബിൾ സ്ട്രാൻഡഡ് DNA ആണ്, ഡബിൾ സ്ട്രാൻഡഡ് 2 സ്ട്രാൻഡ് ആണുള്ളത്. അപ്പോൾ എന്താണ് വരിക, 2. മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്. ഏതാണ് മോളിക്യൂൾസ്, ഏതാണ് DNA-ൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, ഏതാണ്, ന്യൂക്ലിയോടൈഡ്സ്. ന്യൂക്ലിയോടൈഡ്സിലാണ് ആ ഒരു ഷുഗറും ഫോസ്ഫേറ്റും നൈട്രജൻ ബേസും കൂടി വരുന്നത്. അങ്ങനെ കുറേ ന്യൂക്ലിയോടൈഡ്സ് വെക്കുമ്പോഴാണ് എന്താകുന്നത്, DNA-യുടെ ഒരു സ്ട്രാൻഡ് ആയിട്ട് മാറുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ സ്ട്രാൻഡ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മോളിക്യൂൾസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതെഴുതും, ന്യൂക്ലിയോടൈഡ്സ്. മോളിക്യൂൾസ് യൂസ് ടു മേക്ക് റങ്സ്. റങ്സ് എന്താ നമ്മൾ പറഞ്ഞു, എന്താണ്, DNA-ൻ്റെ സ്റ്റെപ്സ് ആയിട്ടാണ് റങ്സിനെ കണക്കാക്കുന്നത്. അങ്ങനെ റങ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് മോളിക്യൂൾസ് ആണ് യൂസ് ചെയ്യണത്, നൈട്രജൻ ബേസസ്. നമ്മൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്ന് പറഞ്ഞ കുറേ നൈട്രജൻ ബേസസ്, കുറേ അല്ല, ആ 4 നൈട്രജൻ ബേസസിനെ പഠിച്ചില്ലേ, ആ 4 നൈട്രജൻ ബേസസ് പെയർ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യണത്, റങ്സ് ഫോം ചെയ്യണത്. ഇനി 4th വൺ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസസ്. കുറേ വട്ടം നമ്മൾ പറഞ്ഞു അല്ലേ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി ഫോർമേഷൻ ഓഫ് റങ്സ് ഫോം ചെയ്യണത് ഇത് പെയർ ചെയ്യുമ്പോഴാണ്. അതായത് അഡിനിൻ, തൈമിൻ പെയർ ചെയ്യുമ്പോൾ, ഗ്വാനിൻ, സൈറ്റോസിൻ പെയർ ചെയ്യുമ്പോഴാണ് എന്ത് ഫോം ചെയ്യണത്, റങ്സ് ഫോം ചെയ്യണത്. അത് ജസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിങ്. ഏത് മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിങ് ആണ്, അതായത് അഡിനിൻ തൈമിനായിട്ട് എത്ര ബോണ്ടാണ്, എത്ര ഹൈഡ്രജൻ ബോണ്ടാണ്, 2 ഹൈഡ്രജൻ ബോണ്ടാണ്. ഗ്വാനിൻ, സൈറ്റോസിനായിട്ട് എത്ര ഹൈഡ്രജൻ ബോണ്ടാണ്, 3 ഹൈഡ്രജൻ ബോണ്ടാണ്. അതവിടെ എഴുതി വെക്കാനായിട്ട് നോക്കുക. അതായത് അഡിനിൻ പെയർ വിത്ത് തൈമിൻ വിത്ത് 2 ഹൈഡ്രജൻ ബോണ്ട്സ്. നെക്സ്റ്റ് ഗ്വാനിൻ പെയർ വിത്ത് സൈറ്റോസിൻ വിത്ത് 3 ഹൈഡ്രജൻ ബോണ്ട്സ്. അത് 6ാമത്തെ എഴുതി വെക്കുക കേട്ടോ. ദെൻ 7th വൺ എന്താണ്, മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിലുള്ള മോളിക്യൂൾസ് നമ്മൾ നേരത്തെ ഫിഗർ വെച്ച് പഠിച്ചതാണ്. അതായത് നീല പെൻറ്റഗൺ എന്തിനാ ഡിനോട്ട് ചെയ്യണത്, ഡിയോക്സി റൈബോസ് ഷുഗറിനെ. അതേപോലെ യെല്ലോ സർക്കിൾ എന്തിനാ ഡിനോട്ട് ചെയ്യണത്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ. പിന്നെ വേറെ ഒരു ആരോ മാർക്ക് കൊടുത്ത പോലത്തെ ഒരു ഫിഗർ നമ്മൾ പഠിച്ചത് ഇതാണ്, നൈട്രജൻ ബേസ്. അങ്ങനെ നൈട്രജൻ ബേസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഡിയോക്സി റൈബോസ് ഷുഗറും കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യണത്, ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യണത്. നെക്സ്റ്റ് സൈസ് ഓഫ് DNA. സൈസ് ഓഫ് DNAയിൽ DNAക്ക് എത്രത്തോളം DNA വലുതാണ്, എങ്ങനെയാണ് ഇത്ര വലിയ DNA നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒതുക്കി വെക്കാൻ പറ്റണത് എന്നൊക്കെയാണ് നോക്കുന്നത്. DNA ഇൻ ഈച്ച് ക്രോമസോം ഇസ് അബൌട്ട് 2 inches, അതായത് 5 സെൻറ്റിമീറ്റർ, 2 ഇഞ്ചാണ് ഓരോ ക്രോമസോമിലുമുള്ള DNA-ക്ക് ഉള്ളത്. അങ്ങനെ എത്ര ക്രോമസോമാണ് ഹ്യൂമൻ സെൽസിൽ നോർമലി ഉള്ളത്, 46 ക്രോമസോംസ് ആണ്. ഈ 46 ക്രോമസോംസിലെയും DNA കൂട്ടിച്ചേർത്താൽ അതെത്രയാണ് നീളം ഉണ്ടാവുമെന്നാണ് പറയണത്, 2 മീറ്ററോളം, 6 അടിയോളം നീളം ഉണ്ടാവും എന്നാണ് പറയണത്. ഹ്യൂമൻ ബോഡി ഇസ് മെയ്ഡ് അപ്പ് ഓഫ് trillions, അതായത് 1 lakh crore of cells. If the DNAs of all the cells joined together, it would be around 67 billion. 1 billion എന്ന് പറയുന്നത് എത്രയാണ്, 100 കോടിയാണ്. അങ്ങനെ 67 billion, 1 billion 100 കോടി, 1 billion മാത്രമായിട്ട് 100 കോടി, അങ്ങനെ 67 ബില്യൺ ആണ് എന്തുണ്ടാവും എന്ന് പറയണത്, DNA. എല്ലാ സെൽസും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ DNA-ൻ്റെ ലെങ്ത് ഉണ്ടാവും എന്ന് പറയണത്. അത് എന്തിന് ക്യാപ്പബിൾ ആണ്, നമ്മുടെ ഭൂമി 2 പ്രാവശ്യം ചുറ്റാൻ അത്രയും നീളത്തിലാണ് എല്ലാ സെൽസിലെ DNA കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാന്നാണ് പറയുന്നത്. അത്രയും DNA-ൻ്റെ ലെങ്ത് വരുന്നുണ്ടെന്നാണ് പറയണത്. ക്രോമസോംസിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, ഒന്ന് DNA, നമ്മൾ ക്രോമസോമിന്റെ ഉള്ളിലാണ് DNA എന്ന് പറഞ്ഞല്ലോ, ഒന്ന് DNA, പിന്നെ ഒന്നെന്താണ്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഹിസ്റ്റോൺ പ്രോട്ടീൻസിന്റെ ഫിഗർ നോക്കിയേ, പർപ്പിൾ കളറിലുള്ള കുഞ്ഞു കുഞ്ഞു ബോൾസ് കണ്ടോ, അതാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ത് ചെയ്യും, ജോയിൻ ടുഗദർ ടു ഫോം എ ഹിസ്റ്റോൺ
ഒക്ടാമർ. ഒക്ടാമർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒക്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഡിനോട്ട് ചെയ്യണത്? 8 എന്നുള്ള നമ്പറിനെയാണ് ഡിനോട്ട് ചെയ്യണത്. ഒക്ടാമർ, ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. അങ്ങനെ നമുക്ക് 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉള്ള ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ ഫോം ചെയ്യാണ്. ഇനി DNA strands wound around this octamer to form a structure called nucleosome. അപ്പോൾ എന്താണ് ന്യൂക്ലിയോസോം എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. എന്താണ് ഈ DNA സ്ട്രാൻഡ്സ്? നമ്മൾ പറഞ്ഞല്ലോ DNA 2 സ്ട്രാൻഡ്സ് ആയിട്ടാണുള്ളത്. ഈ DNA സ്ട്രാൻഡ്സ് ഈ ഒക്ടാമറിൽ നമ്മൾ 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് കൂടി ചേർന്നിട്ട് ഫോം ചെയ്തിട്ടുള്ള ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മേലെ എന്ത് ചെയ്യും? ചുറ്റും. അങ്ങനെ ചുറ്റുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് എന്ത്? ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ഇതിൽ കണ്ടോ പർപ്പിൾ കളർ ബോൾസ് ആണ്. നമ്മൾ എന്ത് പറഞ്ഞു? ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞു. ആ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് 8 എണ്ണം കൂടി ചേർന്നാൽ ഹിസ്റ്റോൺ ഒക്ടാമർ ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ മേലെ DNA ചുറ്റി നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയണത്? ന്യൂക്ലിയോസോം എന്ന് പറയണത്. ഓക്കെ, ദെൻ the chromosomes are formed by packing and coiling numerous nucleosomes and recoiling the chains of nucleosomes. അതായത് ഇങ്ങനെയുള്ള ക്രോമസോംസ് എങ്ങനെയാണ് ഫോം ചെയ്യണത്? ഈ ന്യൂക്ലിയോസോം എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ഈ ന്യൂക്ലിയോസോംസിൻ്റെ പാക്കിംഗ് ആൻഡ് കോയിലിംഗ്, ഇങ്ങനെ കുറേ അധികം ന്യൂക്ലിയോസോംസ് ഫോം ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യണതെന്നാണ് പറയണത്? ക്രോമസോം ഫോം ചെയ്യണത്. ക്രോമാറ്റിഡ്സ് ആർ ദി പാർട്സ് ഓഫ് എ ക്രോമസോം വിച്ച് ആർ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് സെൻട്രോമിയർ. ക്രോമാറ്റിഡ്സ്, സെൻട്രോമിയർ, 2 പുതിയ ടേം വന്നല്ലേ. പുതിയതല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ്? ഇതാണ് ഒരു ക്രോമസോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ക്രോമസോമിൽ സെൻറ്ററിൽ ഒരു ഓവൽ ഷേപ്പിലുള്ള സ്ട്രക്ചർ കണ്ടോ? അതാണ് ശരിക്കും എന്ത്? സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഈ സെൻട്രോമിയറിന് ചുറ്റും 4 സ്ട്രക്ചേഴ്സ് അതിൻ്റെ ചുറ്റും കണ്ടോ? അതാണ് ക്രോമാറ്റിഡ്സ്. അതായത് വിരൽ പോലെയുള്ള സ്ട്രക്ചർ കണ്ടോ? 2 ഈ സൈഡിലും 2 മേലെയുമായിട്ട് അങ്ങനെ 4 സ്ട്രക്ചേഴ്സ് കണ്ടോ? ആ 4 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ക്രോമാറ്റിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമാറ്റിഡ്സ് പറഞ്ഞു, സെൻട്രോമിയർ പറഞ്ഞു, ആൻഡ് ക്രോമസോംസ് പറഞ്ഞു. ഈ ഒരു സ്ട്രക്ചർ നോക്കി നിങ്ങൾ, ന്യൂക്ലിയോസോംസ് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത് നമ്മൾ കുറേ വട്ടം പറഞ്ഞു. അങ്ങനെ ന്യൂക്ലിയോസോംസ് ഫോം ചെയ്തിട്ട് DNA ഇങ്ങനെ ചുറ്റി ആ DNAൻ്റെ ഉള്ളിലൊക്കെ എന്താണ്? ന്യൂക്ലിയോസോംസ് ആണ്. അങ്ങനെ ന്യൂക്ലിയോസോംസ് ചുറ്റി എന്താണ്? ഒരു കോയിൽ ചെയ്തിട്ട് ഒരു ഷേപ്പ് ആവാണ്. ആ ഷേപ്പാണ് എന്ത്? ക്രോമസോംസ് എന്ന് പറയുന്നത്. ഈ ക്രോമസോംസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്? അപ്പോൾ DNA ഉണ്ട്, അതേപോലെ തന്നെ ന്യൂക്ലിയോസോംസും ഉണ്ട്. നെക്സ്റ്റ്, ഇനി ക്രോമസോംസിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യും? 2 രീതിക്കാണ് ക്രോമസോംസിനെ നമ്മൾ ജനറലി ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? സൊമാറ്റിക് ക്രോമസോംസും സെക്സ് ക്രോമസോംസും. സൊമാറ്റിക് ക്രോമസോംസിൽ മെയിനായിട്ടും വരുന്നത് നമ്മുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്നും നമ്മളിലേക്ക് ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ആണ് മെയിൻലി സൊമാറ്റിക് ക്രോമസോംസിൽ വരുന്നത്. സൊമാറ്റിക് ക്രോമസോംസ്, ദർ ആർ ക്രോമസോംസ് ദാറ്റ് കൺട്രോൾ ഫിസിക്കൽ ക്യാരക്ടേഴ്സ്. കണ്ടോ, നമ്മുടെ ഫിസിക്കലി നമ്മുടെ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത് ഏത് ക്രോമസോംസ് ആണ്? സൊമാറ്റിക് ക്രോമസോംസ് ആണ്. അത് എത്രയാണ്? നമ്പർ 22 പെയേഴ്സ്. പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 22 പെയേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ക്രോമസോംസ് ഉണ്ടാവും? മൊത്തം 44 ക്രോമസോംസ് ഉണ്ടാവും അല്ലേ? 22 + 22. പെയർ എന്നതുകൊണ്ട് ഒരു പെയറാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 എണ്ണമാണെന്നല്ലേ. അപ്പോൾ 22 പെയേഴ്സ് എന്ന് പറയുമ്പോൾ 44 ക്രോമസോംസ് ആണ് മൊത്തം സൊമാറ്റിക് ക്രോമസോംസിൽ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. ദെൻ എ പെയർ ഓഫ് ഐഡൻറ്റിക്കൽ ക്രോമസോംസ് together form a homologous chromosome. One of these is inherited from the mother and the other from the father. അതായത് ഒന്ന് അമ്മയുടെ നിന്നും ഒന്ന് അച്ഛൻ്റെതിൽ നിന്നും, ഒന്ന് അമ്മയുടേതിൽ നിന്നും ഒന്ന് അച്ഛൻ്റെതിൽ നിന്നും, അങ്ങനെ 2 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഹോമോലോഗസ്. ഹോമോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരേപോലെയുള്ള, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള എന്നാണ് മീനിങ്. അപ്പോൾ ഹോമോലോഗസ് ആയിട്ടുള്ള, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 ക്രോമസോം ഉണ്ട്. ആ ഒന്ന് ഇതിൽ നിന്നാണ്, ഒന്ന് അമ്മയുടേതിൽ നിന്നും ഒന്ന് അച്ഛൻ്റേതിൽ നിന്നുമായിട്ടുള്ള 2 ക്രോമസോംസ് ആണ്. അങ്ങനെ ഒരു പെയറാണ് ഏതിൽ വരുന്നത്? അങ്ങനെ 22 പെയേഴ്സ് ആണ് മൊത്തം ഏതിൽ വരുന്നത്? സൊമാറ്റിക് ക്രോമസോംസിൽ വരുന്നത്. ഇനി സെക്സ് ക്രോമസോംസ്. സെക്സ് ക്രോമസോംസ് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് സെക്സ് ആണ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഏത്? സെക്സ് ക്രോമസോംസ്. അത് എത്ര ടൈപ്സ് ഉണ്ട്? 2 ടൈപ്സ് ആണ് വരുന്നത്. ഒന്ന് എക്സ് ക്രോമസോമും പിന്നൊന്ന് വൈ ക്രോമസോമും. ജനറലി നമുക്ക് എന്താണ്? വൈ ക്രോമസോം എക്സ് ക്രോമസോമിനേക്കാളും ചെറുതാണെന്നാണ് പറയണത്. വൈ ക്രോമസോം
എക്സ് ക്രോമസോമിനേക്കാളും ചെറുതാണ്. SRY ജീൻ ഓൺ ദി Y ക്രോമസോം ഇസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ടെസ്റ്റിസ് ഇൻ ദി എംബ്രയോ. നമ്മൾ ഫീമെയിലിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇനി അടുത്തത് നമുക്ക് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ ഫീമെയിലിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്താ എഴുതുക, 44 + XX എന്ന് എഴുതും. അതായത് ഫീമെയിലിൻ്റെയിൽ നമുക്ക് ഒരു Y പോലും കാണാൻ സാധിക്കില്ല. ഫീമെയിലിൻ്റെയിലത്തെ എന്താ എഴുതുക, 44 + XX എന്ന് എഴുതും. മെയിലിൻ്റെ ആണെങ്കിലോ 44 + XY എന്ന് എഴുതും. മൊത്തത്തിൽ 44 എന്താണ്, സൊമാറ്റിക് ക്രോമസോംസ് 22 പെയേഴ്സ് ആണ്. അപ്പോൾ മൊത്തം വരുമ്പോൾ 44 ആണ് നമ്പർ ഉണ്ടാവുക നമ്മൾ പറഞ്ഞില്ലേ. അങ്ങനെ 44 അതിൽ നിന്ന് വരും, സൊമാറ്റിക് ക്രോമസോംസ് എന്ന് വരും. പിന്നെ പ്ലസ് ഇട്ട് നമ്മൾ എഴുതണത് എന്താണ്, സെക്സ് ക്രോമസോംസ് ആണ്. അതിൽ ഫീമെയിൽ ആണെങ്കിൽ XX എന്ന് വരും, മെയിൽ ആണെങ്കിലോ XY എന്ന് വരും. അപ്പോൾ Y വരുന്നത് ഏതിലാണ്, മെയിലിൻ്റെ കേസിലാണ്. അപ്പോൾ Y വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറയാം, മെയിലാണെന്ന് പറയാം. അങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദി SRY ജീൻ ഓൺ ദി Y ക്രോമസോം ഇസ് റെസ്പോൺസിബിൾ ഫോർ, എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, എംബ്രയോ ആയിരിക്കുമ്പോൾ തന്നെ, അതായത് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യുന്നത്. ടെസ്റ്റിസ് എന്താണ്, മെയിൽ സെക്സ് ഓർഗൻ ആണല്ലോ ടെസ്റ്റിസ്. ആ മെയിൽ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസ് ഫോം ചെയ്യുന്നത്, അത് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തിലാണ്, അതിന് കാരണം എന്താണ്, SRY ജീനാണ്. Y ക്രോമസോംസിലെ SRY ജീനാണ് എന്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, എംബ്രയോ ആയിരിക്കുമ്പോൾ തന്നെ ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. അതിൽ ഫിഗർ നോക്കിയേ, XY ഓർ XX ആർക്കാണ് ഉണ്ടാവുക, ഫീമെയിലിനാണ് ഉണ്ടാവുക. രണ്ടും ഒരേപോലെയുള്ള സ്ട്രക്ചേഴ്സ് ആണ്. പക്ഷെ XY നോക്കിയേ, Y Xനേക്കാളും ചെറുതാണെന്ന് പറഞ്ഞു. ആ ഒരു ഡിഫറൻസ് കണ്ടോ അവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിഫറൻസും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ടേബിൾ 1.1, ഇതും നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടേബിളാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കറക്റ്റ് ആണോ ആൻസർ എന്നുള്ളത് നോക്കാൻ വരിക. ഫസ്റ്റ് എന്താണ്, ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഫീമെയിലിൻ്റെയും കൊടുക്കണം, മെയിലിൻ്റെയും കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫീമെയിലിൻ്റെ എന്തായിരിക്കും, 44 + XX. ഫീമെയിലിൻ്റെ എവിടെയെങ്കിലും Y കാണാൻ സാധിക്കുമോ, ഇല്ല. XX ആണ് ഫീമെയിൽ വരുന്നത്. 44 എന്താന്ന് പറഞ്ഞു, സൊമാറ്റിക് ക്രോമസോംസ് ആണെന്ന് പറഞ്ഞില്ലേ. ഇനി മെയിലിൽ അപ്പോൾ എന്താണ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ വരിക, 44 + XY. Y വന്നത് കണ്ടോ, Y ആണ് അവിടെ ഡിഫറൻസ് വരുന്നത്. ഫീമെയിലും മെയിലും ഡിഫറൻസ് വരുന്നത് ഏതിലാണ്, Y ക്രോമസോമിലാണ്. അതാണ് അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോംസ്, അത് രണ്ടിലും സെയിം ആണ്. ജനറലി നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഫീമെയിലിലും മെയിലിലും എത്രയാണ് മൊത്തത്തിലുള്ള ക്രോമസോംസ്, 46 ക്രോമസോംസ് ആണ്. അതായത് 23 പെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, 23 + 23 വരുമ്പോൾ എന്താണ്, 46. ടോട്ടൽ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് സൊമാറ്റിക് ക്രോമസോംസും സെക്സ് ക്രോമസോംസും സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് അടുത്ത ടേബിളിൽ വരുന്നുണ്ട്. എന്താണ്, നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോംസ്. സൊമാറ്റിക് ക്രോമസോംസ് എത്ര പെയറാണ്, 22 പെയറാണ്. അതായത് 44, നമ്മളിവിടെ എഴുതിയിട്ടുള്ള ഫസ്റ്റിൽ എഴുതിയിട്ടുള്ള 44 ഇല്ലേ, ആ 44 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22 പെയേഴ്സ്. അത് ഏതിലാണ്, ഫീമെയിലിലും മെയിലിലും സെയിം ആണ്. ഇനി നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് സെക്സ് ക്രോമസോംസ്, എത്ര നമ്പറാണ് വരുന്നത്, 2 എണ്ണമാണ്. ഒന്ന് XXും ഒന്ന് XYയും. മെയിലാണെങ്കിൽ XYയും ഫീമെയിലാണെങ്കിൽ XXും. അങ്ങനെ ഒരു പെയർ, അതായത് 2 എണ്ണമാണ് സെക്സ് ക്രോമസോംസ് വരുന്നത്. 1 പെയർ, അതായത് 2 എണ്ണം. ബ്രാക്കറ്റിൽ എന്താണ്, നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്, ഫീമെയിലാണെങ്കിൽ XX, മെയിലിലാണെങ്കിലോ Xും ഉണ്ട്, പിന്നെ ഒരു Y ക്രോമസോമും വരും. ഓക്കെ, നോർമൽ ആയിട്ടുള്ള ഫീമെയിൽ ആൻഡ് മെയിലിൻ്റെ കാര്യമാണ് കേട്ടോ പറയണത്. ഡിഫറെൻറ്റ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നോർമൽ ആയിട്ടുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ടേബിളിൽ. അതായത് 44 + XX ആണെങ്കിൽ ഫീമെയിൽ ആണെന്നും 44 + XY ആണെങ്കിൽ അത് മെയിൽ ആണെന്നും പറഞ്ഞു. ഇനി അവിടെ ജസ്റ്റ് ഒരു നോട്ടീസ് പോലെ കൊടുത്തേക്കുന്നുണ്ടോ സൈഡിൽ, എന്താണ്, Y ക്രോമസോം ഓഫ് ദി ഫാദർ ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സെക്സ് ഡിറ്റർമിനേഷൻ. Y എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണ്, ആ കുട്ടിക്ക് അമ്മയുടെ നിന്ന് ഒരു ക്രോമസോമും അച്ഛൻ്റെ നിന്ന് ഒരു ക്രോമസോമുമാണ് കിട്ടുക. അമ്മയ്ക്കുള്ളത് എന്താണ്, XX മാത്രമേ ഉള്ളൂ. അവിടെ Y ഉണ്ടോ, ഒരു വാരിയൻ്റ് ഇല്ലല്ലോ, രണ്ടും X അല്ലേ. ഇനി അച്ഛൻ്റെ കേസ് നോക്കി, അച്ഛൻ്റെ കേസാണെങ്കിൽ XY, അവിടെ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അച്ഛൻ്റെ എന്നുള്ളത് X ക്രോമസോം ആണെങ്കിൽ അമ്മയുടെ എന്നുള്ള ഒരു അമ്മയുടെ നിന്ന് പിന്നെ എന്ത് മാത്രമേ വരുള്ളൂ, X ക്രോമസോം മാത്രമേ വരുള്ളൂ. അപ്പോൾ അമ്മയുടെ X ക്രോമസോമും അച്ഛൻ്റെ X ക്രോമസോമും കൂടി ചേർന്നാൽ കുട്ടി എന്തായി, പെൺകുട്ടിയായി. ഇനി അമ്മേൻ്റെ X ക്രോമസോമും അച്ഛൻ്റെ Y ക്രോമസോമുമാണ് ആഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി, ആൺകുട്ടി ആയില്ലേ. അങ്ങനെ സെക്സ് ഡിറ്റർമിനേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് ആരുടെ
ആരുടെയാണ് ശരിക്കും? അച്ഛന്മാരുടെയാണ്. പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഈ വയസ്സായ ആൾക്കാരൊക്കെ കുറേ കാലം മുന്നേ എന്താണ് സ്ത്രീകളുടെ അമ്മമാരിനെ കുറ്റം പറയുന്നുണ്ടാവും. പെൺകുട്ടികളൊക്കെ കൂടുതലായിട്ട് ജനിക്കുകയാണെങ്കിൽ അമ്മമാരുടെ കുഴപ്പമാണെന്നൊക്കെ പറയുന്ന കുറേ പഴഞ്ചൻ ചിന്താഗതിക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ അവരോടൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുക? അമ്മയുടെ കുഴപ്പമല്ല, അതായത് അച്ഛൻ്റെ കുഴപ്പമാണെന്നല്ല. എന്നാലും എന്താണ്, അച്ഛൻ്റെ വൈ ക്രോമസോമിലൂടെയാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കാം. അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ് മുതൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീൽ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്